കുടുംബ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് സിനിമാ താരങ്ങളെക്കാൾ സുപരിചിതർ മിനി സ്ക്രീൻ താരങ്ങളായിരിക്കും. പ്രത്യേകിച്ച് സീരിയൽ അഭിനേതാക്കളും റിയാലിറ്റി ഷോ മത്സരാർത്ഥികളും. നിരവധി മെഗാ ഹിറ്റ് സീരിയലുകൾ സമ്മാനിച്ചിട്ടുള്ള ചാനലാണ് ഏഷ്യാനെറ്റ്. അക്കൂട്ടത്തിലൊന്നാണ് ഒരു സമയത്ത് TRP റേറ്റിംഗിൽ മുന്നിൽ നിന്നിരുന്ന പാരിജാതം എന്ന സീരിയൽ. 2008 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിലാണ് പാരിജാതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നത്. സീമയെയും അരുണയും JPയെയും ആൻറ്റിയമ്മയും ഒന്നും പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല. 500 എപ്പിസോഡുകൾ സീരിയലിൻ്റെതായി സംപ്രേഷണം ചെയ്തിരുന്നു. സീരിയലിൽ നായികാവേഷം ചെയ്തത് നടി രസ്നയായിരുന്നു. അന്ന് വെറും 20 വയസ്സ് പോലും രസ്നയ്ക്ക് പ്രായമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടും വളരെ പക്വതയോടെ പാരിജാതത്തിൽ സീമ, അരുണ എന്ന കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രസ്ന ക്യാമറയ്ക്ക് മുൻപിലേക്ക് ആദ്യമായി എത്തുന്നത്. മ്യൂസിക് ആൽബങ്ങളിലൂടെയായിരുന്നു തുടക്കം. ഷാജു ശ്രീധറിൻ്റെ സംഗീത ആൽബങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. യൂട്യൂബും സോഷ്യൽ മീഡിയയും സജീവമല്ലാത്ത കാലമായിരുന്നിട്ട് കൂടിയും രസ്നയുടെ ആൽബങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായി. അതോടെ സീരിയലിലേക്ക് അവസരം വരാൻ തുടങ്ങി. അമ്മയ്ക്കായിരുന്നു ആദ്യ സീരിയൽ. സീരിയലുകളിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രസ്ന. പിന്നീട് പാരിജാതത്തിലെ നായിക വേഷം രസ്നയിലേക്ക് വന്നെത്തി. ബൈജു ദേവരാജാണ് പാരിജാതം എന്ന പരമ്പര സംവിധാനം ചെയ്തത്. മലയാള സീരിയൽ മേഖലയിൽ നിരവധി ഹിറ്റ് സീരിയലുകൾ ഒരുക്കിയിട്ടുള്ള സംവിധായകന്റെ കൂടെ പ്രവർത്തിച്ചതോടെ രസ്നയിലെ അഭിനേത്രിക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. പാരിജാതത്തിന് ശേഷം സിന്ദൂരച്ചെപ്പ്, വൃന്ദാവനം, വധു, നന്ദനം തുടങ്ങിയ സീരിയലുകളിലും രസ്ന അഭിനയിച്ചിരുന്നു. സീരിയലുകൾക്ക് പുറമെ ചോക്ലേറ്റ്, കാര്യസ്ഥൻ, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി തുടങ്ങിയ സിനിമകളിലും ചെറിയ വേഷങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട്. വിവാഹത്തോടെ എല്ലാവരെയും പോലെ രസ്നയും അഭിനയം ഉപേക്ഷിച്ചു. മലയാളത്തിന് പുറമെ അന്യഭാഷകളും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള രസ്ന സീരിയൽ സംവിധായകൻ ബൈജു ദേവരാജിനെയാണ് വിവാഹം ചെയ്തത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. മാത്രമല്ല വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച വിവാഹവുമായിരുന്നു അത്. ബൈജു ദേവരാജ് രസ്നയെ പ്രണയിക്കുമ്പോൾ വിവാഹിതനും 2 പെൺകുട്ടികളുടെ അച്ഛനുമായിരുന്നു. മാത്രമല്ല രസ്നയുമായി പ്രായത്തിൽ നല്ല വ്യത്യാസമുണ്ടായിരുന്നു. രസ്നയുടെ കുടുംബവും വിവാഹത്തിന് എതിർപ്പായിരുന്നു. പക്ഷേ വിമർശനവും എതിർപ്പും മറന്ന് ഇരുവരും വിവാഹിതരായി. ഇന്ന് 3 കുട്ടികളുടെ അമ്മയായിരിക്കുകയാണ് രസ്ന. ഒപ്പം നല്ലൊരു കുടുംബിനിയും. ബൈജു ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം പേരും മതവും നടി മാറുകയായിരുന്നു. സാക്ഷി B ദേവരാജാണ് ഇപ്പോൾ രസ്ന. നടി മുസ്ലിം കുടുംബാംഗമായിരുന്നു. പാരിജാതം ചെയ്യുന്ന സമയത്ത് പിതാവുമായുള്ള ഉമ്മയുടെ പ്രശ്നത്തിന്റെ പേരിൽ രസ്നയ്ക്കെതിരെ അറസ്റ്റ് വാറണ്ട് വരെ ഇറങ്ങിയിരുന്നു. അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ വഴി ഇടയ്ക്കിടെ സ്വന്തം വിശേഷങ്ങൾ നടി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ താരം പങ്കുവച്ചിരിക്കുന്ന 3 മക്കളോടൊപ്പം ഓണം ആഘോഷിച്ചതിൻ്റെ ചിത്രങ്ങളാണ് നടി പങ്കുവച്ചിരിക്കുന്നത്. ആ ഒരു പോസ്റ്റിന് താഴെ വിമർശനങ്ങളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അന്നത്തേക്കാൾ ചെറുപ്പം ഇന്ന് രസ്നയിൽ കാണാം. പ്രായം കുറഞ്ഞു വരികയാണെന്നും അതീവ സുന്ദരിയായിരിക്കുന്നുവെന്നും കമൻറ്റുകളുണ്ട്. എന്നാലും കൂടുതലും വിമർശനങ്ങളാണ് വന്നിട്ടുള്ളത്.